പ്രിയപ്പെട്ടവരെ, മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ടി വി പ്രസാദാണ് ബ്രേക്കിംഗ് വാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുക. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തേക്ക് എന്തുകൊണ്ട് വിശേഷം? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് നല്ല വിശേഷമാണ്, മഴയില്ല, നല്ല അന്തരീക്ഷമാണ്. അതിനിടയിലാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തണം നമ്മൾ ഉദ്ദേശിച്ചത് അരുൺ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും പൊല്ലാപ്പുകളും ഒരുപാടുണ്ടായിരുന്നു. നാട്ടിൽ ഒരുപാട് കേസുകളുണ്ടായി. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഹേമ കമ്മിറ്റിയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് നമ്മളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതായത് ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തതിൻ്റെ വിരോധത്തെ തുടർന്ന് സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമത്തിൻ്റെ പരാതിയിൽ 2 പ്രമുഖർക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ്. 2 പ്രമുഖർ എന്നുള്ളത് ഒരാൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണനാണ് 1-ാം പ്രതി. നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ആളായ ആൻഡോ ജോസഫാണ് 2-ാം പ്രതി. അതിൽ പരാതി കൊടുത്തിരിക്കുന്നത് സാന്ദ്ര തോമസ് ആണ്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ സാന്ദ്ര തോമസിനെ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 28-ാം തീയതി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന്, അതായത് അവരുടെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് അവർ പുറത്താക്കിയിരുന്നു. അതിനെ തുടർന്ന് നിയമപരമായ നടപടികളിലൂടെയാണ് സാന്ദ്ര മുന്നോട്ട് പോയത്. കോടതിയെ സമീപിച്ചു. അങ്ങനെ ആ പുറത്താക്കിയ നടപടി നിലവിൽ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിനുശേഷം ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തതിന് ശേഷം സാന്ദ്രയെ അപമാനിക്കുന്നുവെന്നും തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ള പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ബി ഉണ്ണികൃഷ്ണനെതിരെയും ആൻഡോ ജോസഫിനെതിരെയും കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പലവിധ കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊഴി കൊടുത്തതിൻ്റെ വൈരാഗ്യം തീർക്കുന്നു എന്ന പരാതിയിലെ കേസ് ഇത് അപൂർവമാണ്, ആദ്യത്തേതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. അരുൺ, ടി വി പ്രസാദ്, ഇതിൽ സാന്ദ്ര തോമസിന് സിനിമകൾ കൊടുക്കാതെ മാറ്റി നിർത്തുന്നുവെന്നാണോ? അതിൽ അങ്ങനെ എന്തെങ്കിലും നേരിട്ട് സാന്ദ്ര തോമസുമായിട്ട് സംസാരിച്ചിരുന്നോ ഈ ഉണ്ണികൃഷ്ണനോ ആൻഡോ? ഇതിന് ശേഷം എന്താണ് ആ പരാതിയിൽ പറയുന്നത്? സിനിമയിൽ സഹകരിപ്പിക്കാതെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണോ സാന്ദ്രയുടെ പരാതി? പരാതിയുടെ ചുരുക്കമാണ് എഫ്ഐആറിലെ ഉള്ളടക്കമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അരുൺ. ഒരു 4 വരിയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് വായിക്കാം. സിനിമാ മേഖലയിലെ നിർമ്മാതാവായ ആവലാതിക്കാരി ഹേമ കമ്മിറ്റിയിൽ പ്രതികൾക്കെതിരെ മൊഴി കൊടുത്തതിൻ്റെ വിരോധത്താൽ ഫെഫ്ക ജനറൽ സെക്രട്ടറിയും മറ്റു ഭാരവാഹികളായ പ്രതികളും ചേർന്ന് 28/8/24 തീയതി മുതൽ നാളിതുവരെ ആവലാതിക്കാരിയെ തൊഴിൽ മേഖലയിൽ നിന്നും മാറ്റി നിർത്തിയും സിനിമാ മേഖലയിലെ മറ്റു പലരെയും ടിആർഒയോട് സഹകരിക്കരുതെന്ന് പറഞ്ഞും പ്രതികൾ ആവലാതിക്കാരിയെ മലയാള സിനിമയിൽ ഒരു സിനിമ പോലും നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അപമാനിച്ച കാര്യം എന്നുള്ളതാണ് എഫ്ഐആറിലെ ഉള്ളടക്കം. ഇത് തന്നെയാണ് സാന്ദ്ര തോമസ് പോലീസിൽ കൊടുത്ത പരാതിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ സാന്ദ്ര തോമസ് കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പല ഉന്നതർക്കെതിരെയും ശക്തമായ നിലപാടെടുത്തു. സാന്ദ്ര തോമസിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ വാർത്ത റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെ സാന്ദ്ര തോമസ് റിപ്പോർട്ടറിൽ ആ സമയത്ത് തത്സമയം ചേരുകയും ഈ സിനിമാ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സാന്ദ്ര തോമസിനെ പൂർണ്ണമായി സിനിമാ നിർമ്മാണത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നതായ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാന്ദ്ര തോമസ് പരാതി കൊടുക്കുന്നതും പോലീസ് ഇങ്ങനെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതും. ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്. നമുക്കൊപ്പം